mpvlogzൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ കാർഡില്ലേ, ഇതിൻ്റെ സ്ക്രീൻ കാർഡ് ഇപ്പം മേടിച്ചതിന് ശേഷം ഇതിന് മുകളിൽ ക്ലീൻ കവറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എന്താ ഇവിടെയൊക്കെ ഉണ്ടല്ലേ, പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പൊളിച്ചിട്ട് നമുക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. അതാണിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നോക്കാം. ഞാനിത് ആമസോണിൽ മേടിച്ചാണ് കേട്ടോ. ഇതാണ് സ്ക്രീൻ കാർഡ്. 230 രൂപ വന്നിട്ട് ആമസോണിൽ മേടിച്ചിട്ട്. ഇത് ബാക്ക് ഭാഗവും ഇത് ഫ്രണ്ട് ഭാഗവും എന്താ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയായിട്ടാണ് കറക്റ്റ് ഫിറ്റാട്ടോ. നല്ല ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പണി പാടും. കറക്റ്റ് ഫിറ്റായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ നോക്കാം ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ബില്ലും. ഇത് 230 ഫ്രീ ഡെലിവറിയാണ്. ഇവിടെ എത്തുമ്പോൾ 230 ആയിട്ടുള്ളൂ. ഓക്കെ, പിന്നുള്ളത് ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ സ്ക്രീനിൽ, അതൊക്കെ തുടയ്ക്കാനുള്ളൊരു സംഭവം കേട്ടോ ഇത്. ഇത് സംഭവം ഇതാണ് കേട്ടോ. ഇത് ഒരു ചെറിയ ക്ലോത്തും പിന്നെ ഒരു ചെറിയ ഇതുമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ വലിക്കാനുള്ളൊരു സംഭവമാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രീനിൻ്റെ കവറിൽ സ്ക്രീനിൽ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇതിങ്ങോട്ട് ഒഴിവാക്കണം. നല്ല അടിപൊളിയായിട്ടാട്ടോ, ഉള്ളിലേക്കൊക്കെ ആയിട്ടാണ് ഇത് ഒട്ടിച്ചത്. നല്ല സേഫ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട്. ചെറിയ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ. നമുക്ക് ക്ലോത്തിനോട് തുടയ്ക്കാം. നല്ല വൃത്തിയായിട്ടിങ്ങനെ തുടച്ചെടുക്കും. ആൽക്കഹോളുണ്ട് കേട്ടോ, ആൽക്കഹോളിൻ്റെ ഇതൊക്കെ ഇരുണ്ട് കറക്റ്റായിട്ട് പോകാനായിരിക്കും അത്. ഇനി ഇതിന് ഡ്രൈ ക്ലോത്ത് ഉണ്ട്. ഇങ്ങനെ വൃത്തിയായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. ഈ ക്ലോത്തുമുള്ള ചെറിയ പൊടി ഇതിൽ കയറി ഞാൻ അമർത്തി തുടച്ചിട്ടേ. അപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതെടുക്കുക. ഇത് നമ്മളിതിപ്പം നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെയാണ് വരിക. ചെറുങ്ങനെ ഒന്ന് പറിച്ചിട്ട് കറക്റ്റായിട്ട് മൂല കോർണർ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ എന്നിട്ട് ഈ സാധനം ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഫിറ്റാട്ടോ. കറക്റ്റ് ഫിറ്റാകുന്ന നേരം ചെറിയ എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള മാതിരി ഫീൽ ചെയ്യും. ഈ എയർ ബബിൾസ് ഇങ്ങനെ പോകണം കേട്ടോ ഗൈസ്, ഇല്ലെങ്കിൽ അത് ഒട്ടൂല. അത് ഗൈസ് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഓരോ എൻഡിലില്ലേ കുറച്ച് കയറി നിന്ന് പോയി. അത് ക്ലിയർ ആക്കാൻ കുറച്ച് സമയം മെനക്കെട്ടിട്ടോ ഞാൻ. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളതാണോന്ന് അറിയില്ല, നോക്കാം. മുകളിലത്തെ അത് പറഞ്ഞെടുക്കുകയാണോന്നും അറിയില്ല. എന്തായാലും നമുക്ക് പറിച്ച് നോക്കാം. യെസ്, ഇതൊക്കെ ഹെയറാണ് കേട്ടോ.
എയറാണ് എയറാണ് എയറാണ്. ഒരു ഭാഗത്തുനിന്ന് ക്ലിയർ ആക്കി തരുന്നുണ്ട്. കുറച്ച് എയർ കയറിപ്പോയാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓക്കെയാണ്. ഇനി നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെയൊക്കെ എയർ കയറി ഉണ്ടോ ഈ സൈഡിൽ. അതാണോട്ടെ, ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. മുക്കാഭാഗാനുണ്ട്. ഇതൊക്കെ ഓക്കെ ഓക്കെ. ചെറിയൊരു ഇത് വന്നുപോയി, നോക്കിയിട്ട് കാര്യമില്ല. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പോവായിരിക്കും. നോക്കി നോക്കാം. പോകുന്നു വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. എന്തായാലും മറ്റേനെക്കാട്ടും ബെറ്ററായി. ഇത് ഗ്ലോസിയാണ്. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഒരു ഇതാണ്, അറ്റംപ്റ്റാണ്. അതിനെക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ ആരെയും കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിനൊരു ടൈം എടുക്കും. അതാണ് ആരിപ്പോൾ അതിനെ നിൽക്കുന്നുണ്ടാവും. അതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതിപ്പം അങ്ങനെ ചെയ്യും.